പ്രതീക്ഷിക്കണ്ടോ ത്രികോണ മത്സരം? ത്രികോണമില്ല ഇവിടെ. ഇവിടെ UDF BJP തമ്മിലാണ് മത്സരം. UDF BJP. LDF എന്ന് പറയുന്ന UDF-ന്റെ ഒരു ക്വാർട്ടറാണ്. കാലാകാലമായി ഇവിടെ UDF-നെ അവരാണ് ജയിപ്പിക്കുന്നത്. ഈ പ്രാവശ്യം അവർ ചെയ്യും, ഞങ്ങൾ ഓവർകം ചെയ്യും. മത്സരം UDF-ഉം NDA-യും BJP തമ്മിലാണ്. എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്? നല്ല ഭൂരിപക്ഷം. ഒരു 10ന്റെ മുകളിൽ പ്രതീക്ഷിക്കാമോ? അങ്ങനെ കണക്ക് പറയാൻ നേരത്തില്ലല്ലോ. നല്ല ഭൂരിപക്ഷം. നമ്മൾ ചേലക്കരയിലും വയനാടും കണ്ടൊരു കാര്യമുണ്ട്, പോള് കുറഞ്ഞത്. അങ്ങനെ ഒരു പ്രശ്നം പാലക്കാട് ഉണ്ടാവോ? പോള് കുറയാൻ സാധ്യത ഉണ്ടോ? പോള് കുറഞ്ഞാൽ അത് ബാധിക്കുക UDF-നെയാണ്. ഞങ്ങളെ വോട്ട് ചെയ്താലും പോൾ ചെയ്യും. പിന്നെ സന്ദീപ് വാര്യരുടെ മാറ്റം ഏതെങ്കിലും തരത്തില് BJP-യെ ഏതെങ്കിലും ഒരു വ്യക്തി മാറുന്നതുകൊണ്ട് ഒരു ഘട്ടത്തിലും ബാധിച്ചിട്ടില്ല. വലിയ വലിയ നേതാക്കന്മാരൊക്കെ പിണങ്ങി മാറി പാർട്ടിയെ BJP. അപ്പോഴും ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഇപ്പോഴും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചാക്കവർക്കെന്ന പോലെ പാലക്കാട്ടുകാർക്കും കൃത്യമായി പറയാം. പിന്നെ വേറെ ഒരു വിദ്വാനുണ്ട്, ഒരു രാഷ്ട്രീയ ബോധവും ഇല്ലാത്തവൻ. സ്വന്തം പാർട്ടിയിൽ സീറ്റില്ലാതായപ്പോൾ മറുകണ്ഠൻ ചാടിയവൻ. അവന് ചുമക്കാനും ഈ യാത്രയിൽ മറ്റൊന്നിനും നമ്മളെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള ആമുദ്രാവാക്യത്തിലാണ് ഇന്ന് നമ്മുടെ ഈ യാത്ര മുന്നോട്ട് പോകുന്നത്. നമുക്ക് നാട്ടുകാരുടെ പൊന്നാമനയായിട്ടുള്ള ശ്രീകൃഷ്ണകുമാർ, ആ ശ്രീകൃഷ്ണകുമാർ താമര അടയാളത്തിൽ ലഭിക്കുന്ന അമ്മമാരുടെ വോട്ടുകൊണ്ട്, സഹോദരിമാരുടെ വോട്ടുകൊണ്ട് ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പുതു ചരിത്രം എഴുതാൻ പോവുകയാണ്. ഇന്നിവിടെ ഉയർന്നു പൊങ്ങുന്ന ഈ കുങ്കുമഹരിത പതാക പറയുന്നത് ഈ പാലക്കാടിന്റെ ചരിത്രമാണ്. നമ്മൾ മെട്രോമാൻ ശ്രീധരൻ സാറിന് വേണ്ടി ഇതുപോലെ ഒത്തുകൂടി. അന്ന് നമ്മൾ അമ്മമാർ അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചു. പക്ഷേ ഇവിടുത്തെ കല്ല് കരട് കാഞ്ഞിരക്കുരു മുതൽ മുള്ള മുറിക്ക് മൂർഖൻ പാമ്പ് വരെ ഒന്നിച്ചു ചേർന്നതിന്റെ ഫലമായി ഈ ലോകമാദരിക്കുന്ന, ഈ നാടാദരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ മെട്രോമാന് ചെറിയ വോട്ടിൽ പരാജയമേറ്റുവാങ്ങേണ്ടി വന്നു. അതിന്റെ കനലുകൾ എന്നും മനസ്സിലിട്ടിരിക്കുന്ന നൂറുകണക്കിന് അമ്മമാരാണ് ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്, അല്ലേ? ഇനിയൊരു പരാജയമേറ്റുവാങ്ങാൻ, ഇനിയൊരു പരാജയമേറ്റുവാങ്ങാൻ, ഇനി ഇവിടെ വർഗീയ ശക്തികളുടെ അധികാര കസേര ഇട്ടുകൊടുക്കാൻ ഈ പാലക്കാട്ട് അമ്മമാർ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? നിങ്ങൾ ഓരോരുത്തരും താമര